ഏപ്രിൽ മാസത്തെ കൃഷികൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൊവ്വള്ളൂർ. ഈ ഏപ്രിൽ മാസത്തിൽ, അതായത് വേനൽക്കാലത്ത് നമുക്ക് എന്തെല്ലാം കൃഷികൾ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് നല്ല രീതിയിലൊരു കോവൽ തോട്ടം വളർത്തിയെടുക്കാം. നമുക്ക് ആഴ്ചതോറും കോവയ്ക്ക പറിച്ച് അത് തോരൻ വെക്കാനും കറി വെക്കാനും മറ്റും ഉപയോഗിക്കാം. മെഴുക്ക് പുരട്ടാനാലും നല്ലതാണ്. പന്തല കെട്ടി നല്ലതുപോലെ വളർത്തി വിട്ടാൽ നല്ല രീതിയിൽ കോവയ്ക്ക പറിക്കാം. നമുക്ക് കടയിൽ പോയി വാങ്ങിക്കുമ്പോൾ അതിന് കറി വെച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ രുചി വ്യത്യാസം ഒന്ന് വേറെ തന്നെയാണ്. നമ്മുടെ നാടൻ കോവയ്ക്കൊക്കെ വെച്ച് അങ്ങോട്ട് മെഴുക്ക് പുരട്ടിയൊക്കെ കഴിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. കോവൽ നടുമ്പോൾ മൂത്ത കൊമ്പ് നോക്കി തറയൊക്കെ ട്രീറ്റ് ചെയ്തിട്ട് വേണം കോവൽ കമ്പ് നടാൻ. അടിസ്ഥാന വളങ്ങളൊക്കെ കൊടുക്കണം. മണ്ണിന് ഈ പച്ചച്ചാണകവും വേപ്പിൻ പിണ്ണാക്കും കൂടെ കലക്കി മൂട്ടിലൊഴിച്ചാൽ നല്ല രീതിയിൽ കോവയ്ക്ക് നമുക്ക് പറിച്ചെടുക്കാം. മറ്റൊന്നാണ് വാഴ. ഏത് വാഴയും നമുക്ക് ഈ സമയത്ത് നടാം. ഇച്ചിരി വെള്ളം കോരി കിളിപ്പിക്കണമെന്നേ ഉള്ളത്. വാഴ നട്ടാൽ വലിയ പ്രയോജനമാണ്. നമുക്ക് നല്ല രീതിയിൽ പഴങ്ങൾ കഴിക്കുക, നല്ല ടേസ്റ്റോട് കൂടി. പിന്നെ പറങ്കാവ് ഈ സമയത്തൊക്കെ വെക്കാം. മാവും ഈ സമയത്ത് വെക്കാം. വേനലിലായതുകൊണ്ട് ഇച്ചിരി വെള്ളം കോരേണ്ടി വരും കിളിപ്പിക്കാൻ. വേറൊന്നാണ് മത്തങ്ങ. മത്തങ്ങ നല്ല രീതിയിൽ ഇങ്ങനെ വളർത്തിയാൽ നല്ല പ്രയോജനം കിട്ടും. നല്ല കായ ഉണ്ടാവുകയും ചെയ്യും. അത് വിറ്റാമിൻസൊക്കെ ധാരാളം ഉള്ളതാണ്. കറികൾക്കായാലും ഏറ്റവും നല്ലതാണ് മത്തങ്ങ. മറ്റൊന്നാണ് കപ്പയ്ക്ക അല്ലെങ്കിൽ ഓമയ്ക്ക. ഏപ്രിൽ മാസത്തിൽ നടാവുന്ന ഒരു പച്ചക്കറി ഇതാണ്. മറ്റൊന്നാണ് വഴുതനങ്ങ. വഴുതനങ്ങയും നല്ല രീതിയിൽ ഏപ്രിൽ മാസത്തിൽ നടാം. മണ്ണ് ട്രീറ്റ് ചെയ്ത് അതിൻ്റെ വിത്ത് കൊണ്ട് കുഴിച്ചിട്ടാൽ നല്ല രീതിയിൽ വളർത്താം. ഈ കാന്താരിയും നല്ല രീതിയിൽ നമുക്ക് വളർത്തി അതിൻ്റെ കാന്താരി എടുത്ത് പറിച്ച് ഉണക്കി വെച്ചാൽ എല്ലാ കറികൾക്കും നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാം. ഇപ്പോൾ വിപണിയിൽ ഭയങ്കര വിലയാണ് കാന്താരി. 1 കിലോ കാന്താരിക്ക് 300 രൂപ പുറത്താണ് വില. ഓരോ പച്ചക്കറികൾ നിങ്ങളും നടാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ അടുക്കള തോട്ടത്തിൽ വൻ വിജയമായിരിക്കും. ക്ഷമയോടെ കണ്ടതിൽ വളരെ നന്ദി.